നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഇറങ്ങിയ പുഷ്പ സിനിമ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ബേസിക്കലി പുഷ്പ ഒരു തെലുങ്ക് പടമാണ്. അപ്പൊ ആ പടത്തിന്റെ റേഞ്ചിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലൊക്കെ സിനിമ പോവുള്ളൂ. പുഷ്പ 1 നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പയുടെ ആദ്യത്തെ ഭാഗത്ത് കുറച്ചുകൂടി മലയാളികൾക്കും കൂടി ഉൾപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് കൂടി വികാരങ്ങളെ ഉൾപ്പെടുന്ന രീതിയിലായിരുന്നു. അപ്പൊ പുഷ്പയുടെ 2ാം ഭാഗമുണ്ട്, പുഷ്പയ്ക്ക് 3ാം ഭാഗമുണ്ട്. പുഷ്പയുടെ 2ാം ഭാഗം വന്നപ്പോ എന്തോ നമുക്ക് രസിക്കാത്ത തരത്തിലായിപ്പോയി. പ്രധാനമായും നമ്മൾ പറഞ്ഞു പുഷ്പയ്ക്ക് രശ്മിക മന്ദാന നാഷണൽ അവാർഡൊക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോ നമ്മൾ കയറി അങ്ങ് പ്രതീക്ഷിച്ചു പോയി. പക്ഷെ സ്വല്പം കൂടിപ്പോയി. സ്വല്പ സൂക്കേട് ശ്രീവല്ലിക്ക് കൂടിപ്പോയി. രശ്മികക്കല്ല, ശ്രീവല്ലിക്ക് സ്വല്പ സൂക്കേട് കൂടിപ്പോയി. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. കൂടിപ്പോയെന്ന് പറഞ്ഞാൽ വലിയതായിട്ടങ്ങ് കൂടിപ്പോയി. കുറച്ചല്ല, കുറച്ച് കൂടുതൽ അങ്ങ് പാസം കൂടിപ്പോയി. മറ്റേ പാസ്സായി. അപ്പം തെലുങ്കിലത് ഓക്കെ ആയിരിക്കാം. എന്നാലും മലയാളികളും വെളുപ്പാങ്കാലം 4 മണിക്ക് അല്ലു അർജുനന്റെയും ഫഫയുടെയും നല്ല കട്ട ഷോ, അതായത് സൈക്കോ ഫഫയെയും രൂക്ഷമായ അല്ലു അർജുന്റെ ആ കള്ളക്കടത്തും ഒക്കെ നടത്തുന്നതൊക്കെ കൊണ്ട് അങ്ങ് ആവേശം കൊള്ളാൻ വെളുപ്പാങ്കാലം 4 മണിക്ക് ചെന്ന് തിയേറ്ററിൽ കയറി ഇരുന്ന പാവപ്പെട്ട മലയാളികൾക്ക് തേടി വന്നത് സൈക്കോ ഫഫയെ കാണാൻ പോയിട്ട് ഒരുതരം കോമാളി ഫഫയും കണ്ട്, പിന്നെ പുഷ്പയ്ക്ക് ഇത്തിരി സൂക്കേടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ പുഷ്പയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ശ്രീവല്ലിയുടെ ഒരു ആക്രാന്തം, എന്തു വന്നാലും ശ്രീവല്ലിക്ക് ഒരു ആക്രാന്തം കൂടിപ്പോയി. നമ്മളെ ഭാഷയിൽ അത് ആക്രാന്തം ആയിപ്പോയി. അപ്പൊ അത്രയും ആക്രാന്തം മലയാളികൾ അംഗീകരിച്ചു കൊടുക്കാത്തതുണ്ട്. എവിടെ നോക്കിയാലും ആക്രാന്തം, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും സ്വല്പ സൂക്കേടായിപ്പോയി. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും, ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് വരുമ്പോഴും. അപ്പം നമ്മളിങ്ങനെ കുറച്ചൊക്കെ കാണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നിരുന്നു. ഈ വെളുപ്പാങ്കാലം ചെന്നിരുന്നു സൈക്കോ ഫഫയെ കാണാനും ചെന്നിരുന്നവർ കണ്ടത് മൊത്തം സൈക്കോ ശ്രീവല്ലിയായി. ശ്രീവല്ലിക്ക് ഒടുക്കത്തെ സൈക്കോ. ഇതിപ്പോ എനിക്കൊന്നിന് പുഷ്പ 2ലേക്കും പുഷ്പ 3ലേക്കും വച്ച പാസ എല്ലാം കൂടി എടുത്ത്, അതായത് പുഷ്പരാജിന് കൊടുക്കേണ്ട പാസ എല്ലാം കൂടി എടുത്ത് വെച്ച് ഒറ്റ സിനിമയിൽ ഒറ്റ സമയത്തങ്ങ് കൊടുത്തു കളഞ്ഞു. അപ്പൊ പാസ കൊണ്ട് ഇളകിപ്പോയി. അയ്യോ, വല്ലാത്ത ഇളക്കമായിപ്പോയി. അതാണ് ഈ സഹിക്കാൻ കഴിയാത്ത പാസമായിപ്പോയി. അതാണ് കൂടുതൽ സിനിമയെ കൊളാക്കിയത്. ഫഫ കോമാളിയായതും പോട്ട്, ഫഫയൊക്കെ കുറച്ച് കോമാളിത്തരം കാണിച്ചതായതും പോട്ട്. ഇതെന്തൊരു കണ്ട അങ്ങും എത്താത്ത തരത്തിലുള്ള എന്റെ പൊന്നെ ഒടുക്കത്തെ സൈക്കോ ഒന്നുമില്ല, ഒടുക്കത്തെ പാസം ശ്രീവല്ലി. ഇതും വെച്ചിട്ട് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് ശ്രീവല്ലിക്ക് ഇത് ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ തവണ കിട്ടിയത് പുഷ്പ 1ന് അല്ലു അർജുന് കിട്ടിയെങ്കിൽ എനിക്ക് അടുത്ത് ഈ തവണ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. നാഷണൽ അവാർഡ് കിട്ടേണ്ട പെർഫോമൻസ് ഇതായിരുന്ന കളി മാറിപ്പോയി. കളി വേറെ കളിയായിപ്പോയി.